ഇപ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ബി.ജെ.പിക്ക് അടിപതറുമോ? വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും ചോദ്യപേപ്പർ വിവാദങ്ങളും എൻ.ഡി.എ സർക്കാരിന്റെ അടിത്തറ ഇളക്കിയിട്ടുണ്ടോ? ഇന്ത്യ ടുഡേ സി വോട്ടർ പുറത്തുവിട്ട ഏറ്റവും പുതിയ മൂഡ് ഓഫ് ദി നേഷൻ സർവേ ഫലങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ബി.ജെ.പി സർക്കാരിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളാണ് രാജ്യത്ത് ഉയർന്നു വന്നത്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പർ ചോർച്ചയും തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളുമൊക്കെ മോദി സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാൽ ബി.ജെ.പിക്ക് വൻ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പലരും കരുതിയിരുന്നത്. എന്നാൽ സർവേ ഫലങ്ങൾ നൽകുന്നത് മറ്റൊരു ചിത്രമാണ്. ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ എൻ.ഡി.എ 326 സീറ്റുകൾ നേടി വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. അതായത് നരേന്ദ്രമോദി ചരിത്ര റെക്കോർഡ് ഇട്ടുകൊണ്ട് 4ാം തവണയും പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുമെന്ന്. 2024 നേടിയ 293 സീറ്റുകളെക്കാൾ മികച്ച പ്രകടനമായിരിക്കും ഇത്. ബി.ജെ.പി ഒറ്റയ്ക്ക് 261 സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനം. 2024 ലഭിച്ച 240 സീറ്റുകളെക്കാൾ മുകളിലാണിത്. എന്നാൽ ജനുവരിയിൽ നടന്ന മുൻ സർവേയുമായി താരതമ്യം ചെയ്യുമ്പോൾ എൻ.ഡി.എക്ക് ചെറിയ ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. ജനുവരിയിൽ 352 സീറ്റുകളായിരുന്നു എൻ.ഡി.എക്ക് പ്രവചിച്ചിരുന്നത്. അതായത് 26 സീറ്റുകളുടെ കുറവ് ഉണ്ടായിട്ടുണ്ട്. ബി.ജെ.പിയുടെ വോട്ട് വിഹിതത്തിലും നേരിയ ഇടിവുണ്ടായിട്ടുണ്ട്. സർക്കാരിനെതിരെയുള്ള യുവാക്കളുടെ പ്രതിഷേധം ഒരു പരിധിവരെ ഇതിന് കാരണമായിട്ടുണ്ടാകാം. മറുവശത്ത് പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. ഇന്ത്യ മുന്നണിക്ക് 185 സീറ്റുകൾ മാത്രമേ ലഭിക്കൂ എന്നാണ് പ്രവചനം. 2024 ലഭിച്ച 234 സീറ്റുകളിൽ നിന്നും വലിയ ഇടിവാണിത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഇത്തവണ 3 അക്കം കാണാനുള്ള ഭാഗ്യമുണ്ടെന്നാണ് സർവേ പറയുന്നത്. കോൺഗ്രസ് ഒറ്റയ്ക്ക് 106 സീറ്റുകൾ നേടുമെന്നാണ് സർവേ പറയുന്നത്. ജനുവരിയിലെ 80 സീറ്റുകളിൽ നിന്നുള്ള ഒരു മുന്നേറ്റമാണിത്. എന്നാൽ എൻ.ഡി.എ വെല്ലുവിളിക്കാൻ പര്യാപ്തമായ ഒരു ബദലായി മാറാൻ ഇന്ത്യ മുന്നണിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് ഈ കണക്കുകൾ അടിവരയിടുന്നു. ചുരുക്കത്തിൽ പ്രതിസന്ധികൾക്കും വിവാദങ്ങൾക്കുമിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതിക്കും എൻ.ഡി.എ സർക്കാരിന്റെ ഭരണ തുടർച്ചയ്ക്കും വലിയ ഭീഷണികളൊന്നുമില്ല എന്നാണ് മൂഡ് ഓഫ് ദി നേഷൻ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ ഭരണവിരുദ്ധ പ്രചാരണങ്ങൾക്കൊന്നും മോദി പ്രഭാവത്തെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഈ സർവേ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയിക്കുന്നു. ന്യൂസ് ഡെസ്ക് കേരള.